ഉണ്ടല്ലോ വെറും ഒരു സ്വിമ്മിംഗ് പൂൾ വീഡിയോ ആയിട്ട് എടുക്കേണ്ടി വരും കേട്ടോ. കാരണം സ്കൂളൊക്കെ ഓപ്പൺ ആവണ കാരണം തേജുന് ഭയങ്കര നിർബന്ധം കേട്ടോ, ഇതിലൊന്നും കൂടി കുളിക്കണം സെറ്റാക്കണം എന്നൊക്കെ. അങ്ങനെ ഞാനും തേജും കൂടിയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേ ഒന്ന് വെയിൽ ഒതുങ്ങിയപ്പോട്ടോ എല്ലാതും നമ്മുടെ എയറൊക്കെ നിറച്ച് പൂളൊക്കെ ഒന്ന് സെറ്റാക്കി വെള്ളം നിറച്ചിട്ട് കുറച്ചേരം ഇരിക്കാന്ന് വിചാരിച്ച്. അപ്പോൾ തേജുന് ഫസ്റ്റ് കുളിച്ചിട്ട് ചെറുതായി ഒന്ന് പനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിത് വീർപ്പിക്കുമ്പോൾ ഇത്രയും വലുതാക്കിയിട്ട് 2 ലെയറും ഫുള്ളായിട്ട് എയർ അടിക്കുന്ന ഉറപ്പിച്ചിട്ട് തന്നെയാട്ടോ ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇത് എയറൊക്കെ അടിച്ച് ഇനി വെള്ളം നിറയ്ക്കണതാട്ടോ പണി. ഇതിന്റെ റേറ്റ് കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് 2000 സംതിങ് ആണ് വരുന്നത്. പക്ഷെ ആ ഒരു റേറ്റിനുണ്ടല്ലോ ഭയങ്കര വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം എന്താ പറയുക ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിനെ ഇരിക്കുമ്പോൾ മോളിൽ നമ്മുടെ മയിൽ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അതെപ്പോഴും നമ്മുടെ വീടിന്റെ ഇവിടെ ഉള്ളതാട്ടോ. ഇവര് മാത്രമല്ല ഇവരുടെ കുറെ പാർട്ട്നേഴ്സും മക്കളും എല്ലാവരും ഒരു ഫാമിലി തന്നെ ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് തേജുന് ഭയങ്കര ആഗ്രഹമായിട്ട് അമ്മ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മാങ്ങ ഇരുന്നായിരുന്നു കേട്ടോ. ഇത് വിൻഷാന്റെ വീട്ടിൽ നിന്ന് കൊടുന്ന മാങ്ങയായിരുന്നേ. അപ്പൊ അത് ഇതേ അടിച്ച് ഇതേ കൊണ്ടുകൊടുത്തു കേട്ടോ. മധുരം കുറച്ച് കുറവാണെന്നുകൊണ്ട് പഞ്ചസാരയും കൂടി ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും തേജും കൂടി ഇട്ട് ചിയേഴ്സ് ഒക്കെ അടിച്ചിട്ട് ഇരുന്ന് ഇതേ ഇങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞിരിക്കട്ടെ. പിന്നെ ഒരു 5:30 ആകുമ്പോൾ നമ്മുടെ അമ്പലത്തിൽ പാട്ടും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞ ഒരു 1.5 വൈബായിരുന്നു കേട്ടോ. ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതേ ഇരുട്ടായി തുടങ്ങിയപ്പോൾ വിൻഷേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒറ്റ എടുത്താട്ടോ വെള്ളത്തിലേക്ക്. ഞാനാണെങ്കിൽ മറ്റേ ചക്കപ്പുഴുക്കും പിന്നെന്താ പറയുക കാപ്പിയും എല്ലാം അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ 2 പേരും പിന്നെ അത് എനിക്കണില്ല നല്ല കളിയിലായിരുന്നു കേട്ടോ. 2 വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനിതെല്ലാം അങ്ങോട്ട് തന്നെ കൊണ്ടുകൊടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ ഇരുന്നിട്ടായി കഴിക്കലും കളി കാണലും എല്ലാം അതും അതിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു കേട്ടോ. എന്തുട്ടാലേ ഇപ്പൊ നമ്മുടെ വിൻഷേട്ടന്റെ സെറ്റപ്പ് വീട്ടിൽ പൂള് വരെ സ്വന്തമായിട്ടുണ്ട് അല്ലേ. എന്തായാലും ഈ ഒരു പൂള് വാങ്ങാത്തവരുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കോട്ടോ. ഭയങ്കര വേർത്തായിട്ടുള്ളതാണ്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാട്ടോ. ഞാൻ ടാഗ് ചെയ്യും കൂടിയും ചെയ്യാവേ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.